പട്ടേലിന്റെ പ്രതിമ BJP-ക്കാർ നിർമ്മിച്ചപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ വളരെ രീതിയിൽ ആക്ഷേപിച്ചതാണ് BJP-യെ തന്നെ. അതായത് RSS എന്ന് പറയുന്ന ഒരു സംഘടനയെ തന്നെ നിരോധിച്ച ഒരാളുടെ പ്രതിമ വെച്ച് BJP എന്നൊരു പാർട്ടി അവരോട് പ്രതികാരം ചെയ്യുന്നു, അല്ലെങ്കിൽ അതെന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ നാടിന് എന്തുണ്ടാവും എന്നെല്ലാം രീതിയിൽ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായി. പക്ഷേ ചേറ്റൂർ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ. കോൺഗ്രസ്സുകാർ തന്നെ മറന്നുപോയതാണോ അല്ലയോ എന്നറിയത്തില്ല. പക്ഷേ പാലക്കാട് BJP അദ്ദേഹത്തിന്റെ ദിനം വീണ്ടും ആചരിക്കാൻ പോവുകയാണ്. അതായത് കോൺഗ്രസ്സുകാർ മറന്നുപോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ BJP അദ്ദേഹത്തിന്റെ ദിനം ഓർമ്മിക്കാനായിട്ട് വീണ്ടും ഒത്തുകൂടുകയാണ്. ഇതൊരു രാഷ്ട്രീയ അജണ്ടയല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയ അജണ്ട മാത്രമല്ല, സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് തങ്ങൾക്ക്, അതായത് ഈ പറയുന്ന മഹത്തായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ ദേശീയതയുടെ വക്താക്കളായിട്ടാണ് RSS-ഉം BJP-യും ഒക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും അവരുടെ കാര്യകാരണങ്ങൾ വിവരിക്കപ്പെടുന്നതും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു മഹത്തായ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആ സഹന സമരത്തിന്റെ ചരിത്രത്തിൽ എവിടെയും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, തങ്ങളുടെ സംഘടനയുടെ അടയാളങ്ങളെ ഉൾപ്പെടുത്തുവാൻ BJP-ക്കോ അല്ലെങ്കിൽ RSS-നോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഈ പറയുന്ന രീതിയിൽ കട്ട് ആൻഡ് പേസ്റ്റ് പോലെ എന്ത് ചെയ്യുന്നു, അവിടെ ഞങ്ങളും സമരം ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ വന്ന് അറസ്റ്റ് ഭരിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളും ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പലതരത്തിലുള്ള പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ വേദികളിൽ പോലും കൃത്യമായ തെളിവുകൾ കൊടുക്കാൻ എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായിട്ടുള്ള രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ പറയുന്ന ഈ ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി 538 നാട്ടുരാജ്യങ്ങളായിരുന്ന ഈ പ്രദേശത്തെ ഒട്ടാകെ തന്നെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുവാൻ വേണ്ടി മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതിമ, അതിനെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആരും എതിർക്കേണ്ടതായ കാര്യമൊന്നുമില്ല. കാര്യം സ്വാഭാവികമായിട്ടും അതിന്ന് ലോകത്തിലെ ഒരു അത്ഭുതമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ആ പ്രതിമ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന പട്ടേലിന്റെ ഓർമ്മകളെ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പട്ടേലിന്റെ ഓർമ്മകളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ കോൺഗ്രസിൽ ഭിന്നത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പട്ടേലും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു, പട്ടേലായിരുന്നു യഥാർത്ഥ നേതാവ് എന്നൊക്കെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പ്രശ്നം പോകുന്നത്. അതിനുവേണ്ടിയാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നത്, യൂണിറ്റി മാർച്ചുകളും ഒക്കെ തന്നെ നടത്തി ഈ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത്. ചരിത്രത്തെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് പോവുകയാണ്, ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. ചരിത്രമൊന്നും അങ്ങനെ എന്ത് ചെയ്യാൻ കഴിയില്ല, വളച്ചൊടിക്കപ്പെടത്തില്ലല്ലോ. കാരണം ഇവരൊക്കെ ജീവിച്ച് മരിച്ചവരാണ്. പക്ഷെ ചിലതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ CPM-കാരെ കൂടുതലും കളിയാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം സഖാവാണെങ്കിലും ഇൻകുലാബ് സിന്ധാവാണെങ്കിലും അങ്ങനെ കുറെ ടീംസ് ഉണ്ടല്ലോ. ഇതെല്ലാം ഇവര് കോൺഗ്രസും കൂടെ അവകാശപ്പെട്ടതാണെന്ന് കോൺഗ്രസ് പലപ്പോഴും പറയും. പക്ഷേ CPM പറയും ഇത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഇവര് ഓരോ സാധനങ്ങളും ഓരോ കാലഘട്ടത്തിൽ അടിച്ചുകൊണ്ട് പോകുന്നില്ലേ, അതേ കൂട്ട് തന്നെയാണ് BJP ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് എന്ത് ചെയ്യുന്നത്, ചേറ്റൂർ ശങ്കര നായരുടെ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഒരു വർഷക്കാലം. 1898 അദ്ദേഹം ഒരു അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷം ഒരു വർഷക്കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ പല കേന്ദ്രങ്ങളിൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അന്നത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഐഡിയോളജികളുള്ള ആളുകളൊക്കെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി കോൺഗ്രസിന് പിന്നാലെ നിന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ പല പല ആളുകൾക്ക് പല പല ലക്ഷ്യങ്ങളും പല പല മാർഗങ്ങളും പല തരത്തിലുള്ള സിദ്ധാന്തങ്ങളിലുമായിരുന്നു അവരെന്ത് ചെയ്തിട്ടുള്ളത്, വിശ്വസിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, കൃത്യമായിട്ട് അദ്ദേഹം ഈ പറയുന്ന ബ്രിട്ടീഷുകാരോട് ചില മേഖലകളിൽ സഹകരിച്ചു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊല ഉണ്ടായ ശേഷം എന്ത് ചെയ്തു, ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയും ഈ പറയുന്ന ബ്രിട്ടീഷുകാർ തനിക്ക് വെച്ച് നീട്ടിയ എല്ലാ ആനുകൂല്യങ്ങളെയും എന്ത് ചെയ്തു, വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഉത്തരവാദിയായിട്ടുള്ള ഡോക്ടർ ഡയറിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായി എന്ത് ചെയ്തു, ചേറ്റൂരിൻ ഈ പറയുന്ന UK ഉൾപ്പെടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ പോയി എന്ത് ചെയ്തു, നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള മഹത്തായ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ അദ്ദേഹത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല,
മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. ഇപ്പോൾ അടുത്തിടെ ഒരു ഹിന്ദി സിനിമയിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ കഥ പ്രതിപാദിക്കപ്പെട്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കുറുക്കൻ എന്താണ് കൗശലത്തോടെയുള്ള കുറുക്കനെ പോലെ എന്ത് ചെയ്യുന്നു നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയം എന്ത് ചെയ്യുന്നു പ്രസ്താവനയിലൂടെ പറയുന്നു. അതിന്റെ വാല് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ചേറ്റൂരിന്റെ വീട് ഈ പാലക്കാട്ടായതുകൊണ്ട് തന്നെയും എന്തിന്റെയും പിതൃത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ നേരെ അവിടേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ അനുമോദിക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന തന്റെ മുമ്പിലേക്ക് ഇരുന്ന, ഇന്നലെ ചിലപ്പോൾ ഇവരൊക്കെ ഇന്നലെ ആയിരിക്കും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതെന്ന് പോലും അറിയാൻ പോകുന്നത്. അപ്പോൾ തന്നെ പുസ്തകം പഠിക്കുന്നു, ഉടനെ പറയുന്നു കോൺഗ്രസ് എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം എന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നേതൃത്വം അരുളിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാവരെയും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഒരുപോലെ ഓർത്തു വെക്കാൻ കഴിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെ എല്ലാ വർഷവും അവിടെ പരിപാടികൾ നടത്തുന്നുണ്ട് എന്നാണ് പാലക്കാട് DCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എന്താണ്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട, നമ്മളിപ്പോൾ ഈ പറയുന്ന ഇതൊരു ചരിത്ര വായകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അറിവ് കൂടിയാണ്. അല്ലെങ്കിൽ ഈ ഒരു ചർച്ച വളരെ നല്ലതാണ്. കാര്യം എന്താണ്, ഇത്തരത്തിലുള്ള ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഓർത്തെടുക്കാനും ഒക്കെ കഴിയുന്നത് നല്ലതാണ്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, കോൺഗ്രസ് അദ്ദേഹത്തിനെ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല, ആ രീതിയിൽ പോവുകയാണെങ്കിൽ BJP പറയുകയാണെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. അപ്പം ദേശീയ പദവി സാധാരണ ഒരാൾക്ക് കൊടുക്കത്തില്ലല്ലോ, അത്രയും നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പൊ അദ്ദേഹം കോൺഗ്രസുമായിട്ട് അടിയും വഴക്കുമായിരുന്നു എന്നൊക്കെ ഇനി നാളുകൾ നമ്മൾ കേൾക്കാൻ പോകുന്നതായിരിക്കാം. അവര് ഞാൻ പറഞ്ഞ മനസ്സിലല്ലോ, ചരിത്രത്തെ വികലമാക്കുക അല്ലെങ്കിൽ ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കുക, ചരിത്രത്തിനെതിരായിട്ട് എന്ത് ചെയ്യുക, വളച്ചുവിടുക എന്നുള്ളത് ഒരു സംഘപരിവാറിന്റെ അല്ലെങ്കിൽ എല്ലാ ഫാസിസ്റ്റുകളും ലോകത്തെല്ലായിടത്തും നടപ്പിലാക്കിയിട്ടുള്ള കാര്യമാണ്. കാര്യം ചരിത്രത്തെ അവർക്ക് അനുകൂലമാക്കി മാറ്റുവാനാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, അവർ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയാണ്, അപ്പോൾ അവർ ഈ പറഞ്ഞപ്പോഴും എന്ത് ചെയ്യുന്നു, ദേശീയ പ്രസ്ഥാനമെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ദേശഭക്തരുടെ അട്ടിപ്പേറവകാശം ഞങ്ങൾക്കാണെന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് ദേശീയത വളർന്നു വരേണ്ട അല്ലെങ്കിൽ ദേശീയത ഉയർന്നു വരേണ്ട ഒരു കാലഘട്ടത്തിൽ അവരെന്തായിരുന്നു, നിശബ്ദരായിരുന്നു. 925 RSS രൂപീകരിക്കപ്പെടുകയാണ്. 947 മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഒരു വലിയ കാലയളവ് എന്നുണ്ടായിരുന്നു, അവർക്ക് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവാമായിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിക്കാമായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കാമായിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ജയിലറകൾ നിറയ്ക്കാമായിരുന്നു. അങ്ങനെ വിപ്ലവം എന്ന നിലയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ തീവ്രമോ അല്ലെങ്കിൽ അശാന്തമായിട്ടോ ഏത് തരത്തിലും എന്ത് ചെയ്യാമായിരുന്നു, പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളെ നയിക്കാമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, അവരിടപെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും എന്തില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് അതിന്റെ അട്ടിപ്പേർന്ന് വരുമ്പോൾ അതിനെ എന്താണ് വളരെ പരിഹാസത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അവർ നോക്കി കാണാൻ സാധിക്കുന്നത്. ഇത് അവരൊരു ടാറ്റിക്സ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു, ഈ ഗോഡ്സെയുമായി ബന്ധപ്പെട്ടിട്ട് പാലക്കാട് അവര് ആ ഒരു ശില്പം വെക്കാൻ പോകുന്നു. കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYFI ആണെങ്കിലും ഇവരെല്ലാം ചേർന്ന് സമരം ചെയ്ത് സാധനം പൊളിച്ചു കളയുന്നു. അപ്പോൾ ഇവർക്കിനി ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോഴാണ് ഇതുകൂട്ടൊരു വിഷയം വരുന്നത്. ഇനി ഇപ്പൊ ഈ വിഷയം കോൺഗ്രസ്സുകാർക്ക് പൊളിച്ചു കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവർ ഇതിനെ കാണുന്നത്. തീർച്ചയായും ഇവിടെ ഈ പറയുന്ന RSSന്റെ ഹെഡ് ഗേവാർ എന്ന് പറയുന്ന RSSന്റെ സത്സംഘചാലകവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പാലക്കാട് തുടരുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്തില്ല, അവർക്ക് പോലും ഉത്തരവില്ലാത്ത അവസ്ഥയായി. കാര്യം മാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുസമൂഹവും ഒക്കെ ചോദിക്കുന്നു, ഇദ്ദേഹം ആരാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം എന്താണ് ഈ പറയുന്ന പാലക്കാട് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന സെന്റർ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ പേരിടാൻ വേണ്ടി അദ്ദേഹം ഈ രാഷ്ട്രത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ വട്ടപൂജ്യമെന്നാണ് എന്ത് ചെയ്യുന്നത് BJPക്കാർക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ, പറയാൻ സാധിക്കുന്നില്ല. RSSന്റെ സ്ഥാപക നേതാവ്, RSSന്റെ സ്ഥാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനമാണ്, അതിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ ഇത്തരത്തിൽ ഒളിച്ചു കടത്തി എന്ത് ചെയ്യുന്നു, സർക്കാർ സംവിധാനത്തിലൂടെയല്ല ഇദ്ദേഹത്തിന് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് ഈ പറയുന്ന രീതി BJPക്കോ അല്ലെങ്കിൽ RSSനോ ഒക്കെ തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യാം, വലിയ സ്മാരകങ്ങൾ പണിയും, ആരും അതിനെതിരല്ല. പക്ഷെ ഇവിടെ എന്താണ്, സർക്കാരിന്റെ പണം ഉപയോഗപ്പെടുത്തി പൊതുജനങ്ങൾ നികുതി കൊടുക്കുന്ന പണം എടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്.